റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. പാകിസ്ഥാൻ എണ്ണ വാങ്ങലിന്റെ ഭൂരിഭാഗവും ഹോർമൂസ് വഴിയായിരുന്നു. യുദ്ധത്തിന് തൊട്ടുപിന്നാലെ പാകിസ്ഥാൻ സർക്കാർ പെട്രോൾ വില ഉയർത്തിയിരുന്നു. ഇത് പാക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റത്തവണ വർധനകളിൽ ഒന്നായിരുന്നു. അതും രാത്രി പ്രധാനമന്ത്രി പ്രത്യേക വാർത്താ സമ്മേളനത്തിലൂടെയാണ് വില വർധന പ്രഖ്യാപിച്ചത്. സാമ്പത്തിക ഞെരുക്കം ശക്തമായ പാകിസ്ഥാനെ അടച്ചുപൂട്ടലിലേക്ക് നയിച്ചത് മിഡിൽ ഈസ്റ്റ് സംഘർഷമായിരുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ആഗോള എണ്ണവില കുത്തനെ ഉയർന്നതോടെ പാക് സർക്കാരിന് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ വിദേശ നാണയ ശേഖരം വളരെ താഴ്ന്ന നിലയിലായിരുന്ന രാജ്യത്തിന് എണ്ണവില വർധന വലിയ ആഘാതമായി മാറിയിരിക്കുകയാണ്. ഇതിനോടകം രാജ്യത്ത് ഇന്ധനവില സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ വില കുത്തനെ ഉയർന്നതോടെ ഗതാഗത ചെലവ് കൂടുകയും അതിന്റെ പ്രതിഫലം സാധനങ്ങളുടെ വിലയിൽ നേരിട്ട് പ്രതിഫലിക്കുകയും ചെയ്യുന്നു. ഹോർമൂസ് കടലിടുക്ക് മേഖലയിലെ സംഘർഷം രൂക്ഷമായതോടെ എണ്ണയുടെ ഗതാഗതം വലിയ രീതിയിൽ തടസ്സപ്പെട്ടു. ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണ കയറ്റുമതി നടക്കുന്ന ഈ കടലിടുക്ക് സുരക്ഷിതം അല്ലാതായതോടെ പാകിസ്ഥാനിലേക്ക് എത്തേണ്ടിയിരുന്ന എണ്ണക്കപ്പലുകൾ വൈകുകയും ചിലത് റദ്ദാക്കപ്പെടുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ രാജ്യത്ത് ഇന്ധന വിതരണ ശൃംഖല തന്നെ തകരാറിലാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഡോളറിനെതിരെ പാകിസ്ഥാൻ രൂപയുടെ മൂല്യം വൻതോതിൽ ഇടിഞ്ഞതും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി. മറ്റു വഴികളിലൂടെ എണ്ണ എത്തിക്കാൻ ശ്രമിച്ചാലും അതിന്റെ ചെലവ് സാധാരണത്തേക്കാൾ ഇരട്ടിയിലേറെയാകുന്ന സാഹചര്യമാണ്. ഇതിനൊപ്പം രാജ്യത്തെ പണപ്പെരുപ്പം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലൊന്നിലേക്ക് കുതിച്ചുയരുകയാണ്. ഭക്ഷ്യവസ്തുക്കൾ, പച്ചക്കറികൾ, ഗോതമ്പ്, അരി തുടങ്ങിയ അവശ്യ സാധനങ്ങൾക്ക് പോലും ജനങ്ങൾക്ക് താങ്ങാനാവാത്ത വിലയാണ്. പല പ്രദേശങ്ങളിലും ആവശ്യത്തിന് സാധനങ്ങൾ ലഭിക്കാതെ വരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. നഗരങ്ങളിൽ ഇന്ധന സ്റ്റേഷനുകൾക്ക് മുന്നിൽ നീണ്ട നിരകൾ പതിവാകുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ഇന്ധനക്ഷാമം കാരണം ഗതാഗതം പോലും നിലയ്ക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ധനം ലഭിക്കുന്നതിനുള്ള കടുത്ത നടപടികളാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ സർക്കാർ പ്രവർത്തനങ്ങൾ പരമാവധി ചുരുക്കി ഇന്ധന ഉപയോഗം കുറയ്ക്കാനാണ് തീരുമാനം. അതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താൽക്കാലികമായി അടയ്ക്കുകയും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകം തന്നെ 2 ആഴ്ചത്തേക്ക് സ്കൂളുകളും കോളേജുകളും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടയ്ക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. സർക്കാർ ഓഫീസുകൾ ആഴ്ചയിൽ 4 ദിവസം മാത്രമായി പ്രവർത്തിക്കുമെന്നും മറ്റു ദിവസങ്ങളിൽ ജീവനക്കാർ വീട്ടിൽ നിന്ന് ജോലി ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഗതാഗതത്തിനും ഓഫീസ് പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ വലിയൊരു വിഹിതം ലാഭിക്കാനാണ് ശ്രമം. ബാങ്കുകൾ ഒഴികെ മിക്ക സർക്കാർ ഓഫീസുകൾക്കും കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവശ്യ സേവനങ്ങൾ മാത്രമാണ് പൂർണ്ണമായും പ്രവർത്തിക്കുക. സർക്കാർ വകുപ്പുകളിൽ 50% ജീവനക്കാർ മാത്രം ഓഫീസിലെത്തണം എന്നതാണ് പുതിയ നിർദ്ദേശം. ബാക്കിയുള്ളവർ വർക്ക് ഫ്രം ഹോം രീതിയിൽ ജോലി ചെയ്യണം. ഇതിനു പുറമെ സർക്കാർ വാഹനങ്ങൾക്കുള്ള ഇന്ധന അലവൻസ് അടുത്ത 2 മാസത്തേക്ക് 50% കുറച്ചിട്ടുണ്ട്. അനാവശ്യമായ ഔദ്യോഗിക യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശയാത്രകൾ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സന്ദർശനങ്ങൾക്ക് കടുത്ത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാക് സർക്കാരിന്റെ പ്രധാന നടപടികൾ: 1. ആംബുലൻസുകൾ, പൊതുബസ്സുകൾ, അടിയന്തര സേവന വാഹനങ്ങൾ തുടങ്ങിയ അവശ്യ സേവനങ്ങൾക്ക് മാത്രമാണ് ഇന്ധന ഉപയോഗത്തിൽ ഇളവ് നൽകിയിരിക്കുന്നത്. 2. അടുത്ത 2 മാസത്തേക്ക് സർക്കാർ വാഹനങ്ങളിൽ ഏകദേശം 60% ഉപയോഗിക്കില്ല. 3. ഫെഡറൽ, പ്രവിശ്യ ക്യാബിനറ്റ് അംഗങ്ങൾ 2 മാസത്തേക്ക് ശമ്പളവും അലവൻസും നൽകില്ല. 4. ഫെഡറൽ പ്രവിശ്യ നിയമസഭകളിലെ അംഗങ്ങളുടെ ശമ്പളം 2 മാസത്തേക്ക് 25% കുറയ്ക്കും. 5. 3 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ശമ്പളം ലഭിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് 2 ദിവസത്തെ ശമ്പളം വിട്ടു നൽകണമെന്ന് നിർദ്ദേശം. 6. ആരോഗ്യവും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രം ചില ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. 7. സർക്കാർ ഓഫീസുകളിലെ അനുബന്ധ ചെലവുകൾ വർഷത്തിന്റെ 4ാം പാദത്തിൽ 20% വരെ കുറയ്ക്കും. 8. പൊതുമേഖലാ ജീവനക്കാരിൽ 50% പേർ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യേണ്ടത്. 9. സർക്കാർ ഓഫീസുകൾ ആഴ്ചയിൽ 4 ദിവസം മാത്രം പ്രവർത്തിക്കും. ബാങ്കിംഗ് മേഖലയെയും അടിയന്തര സേവനങ്ങളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 10. മാർച്ച് 16 മുതൽ മാർച്ച് 31 വരെ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓൺലൈൻ ക്ലാസുകളിലേക്കാണ് മാറുക. ഈ കാലയളവിൽ സ്കൂളുകൾ പൂർണ്ണമായും അടച്ചിടും. 11. സർക്കാർ വകുപ്പുകൾക്കായി വാഹനങ്ങൾ, ഫർണിച്ചറുകൾ, എയർ കണ്ടീഷണറുകൾ തുടങ്ങിയ പുതിയ വാങ്ങലുകൾ ജൂൺ മാസം വരെ നിരോധിച്ചു. 12. മന്ത്രിമാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വിദേശ സന്ദർശനങ്ങൾക്ക് കർശന നിയന്ത്രണം. 13. ഔദ്യോഗിക യോഗങ്ങൾ പരമാവധി ടെലികോൺഫറൻസിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ മാർഗം നടത്തണം. 14. ഔദ്യോഗിക വിരുന്നുകളും ഇഫ്താർ പാർട്ടികളും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.